2025 ഏപ്രിൽ 9 കേരള സർവീസ് പെൻഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് EPFO പെൻഷൻ തിരിച്ചടവ് നോട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നും പെൻഷൻ ലഭിച്ചുവെന്ന് കാണിച്ച് EPFO പെൻഷൻകാരോട് അധികമായിട്ട് ലഭിച്ച തുക തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് നോട്ടീസുകൾ അയച്ചിട്ടുണ്ട്. ചിലരുടെ പെൻഷനുകൾ തിരിച്ചടവ് ചെയ്യാത്തതിനാൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുമുണ്ട്. അടുത്തത് DA/DR വർധനവിനെ പറ്റിയാണ് പറയുന്നത്. 2025 മാർച്ചിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും DAയിൽ 3% വർധനവ് അനുവദിച്ചിട്ടുണ്ട്. ഇത് 2022 ജനുവരി 1 മുതൽ ആണ് മുൻകാല പ്രാബല്യത്തോടുകൂടി വരുന്നത്. അതുപോലെ സർവീസ് പെൻഷൻകാർക്കുള്ള DRനും ഈ വർധനവ് ബാധകമാണ്. പുതുക്കിയ തുക 2025 ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടും പെൻഷനോടും കൂടി വിതരണം ചെയ്യും. പെൻഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെ ശമ്പളം മെയ്യിൽ ആണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നതാണ്. എന്നാൽ 2022 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കാര്യത്തിൽ സർക്കാർ ഉത്തരവിൽ പ്രത്യേകിച്ച് വിശദീകരണമൊന്നുമില്ല അരിയറിനെ പറ്റിയിട്ട്. വിഷുവിനോടനുബന്ധിച്ച് ഏകദേശം 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വീതം പെൻഷൻ അഡ്വാൻസ് കൈനീട്ടം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 820 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വിതരണം ഏപ്രിൽ ആദ്യവാരത്തിൽ ആരംഭിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 2025 ഫെബ്രുവരി ബജറ്റിൽ സർവീസ് പെൻഷൻ പുതുക്കലിൻ്റെ അവസാന കുടിശ്ശിക വിതരണം ചെയ്യാൻ 600 കോടി രൂപ അനുവദിച്ചു. കൂടാതെ വേതന പുതുക്കലിൻ്റെ 2 ഇൻസ്റ്റാൾമെൻറ്റുകൾ ഈ സാമ്പത്തിക വർഷം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്.